പ്രിയദർശിനി പദ്ധതിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതോടെ പ്രതിസന്ധിയിലായത് സ്വകാര്യ ബസ് ഉടമകളാണ്. സ്ത്രീയാത്രക്കാർ കൂടുതലായി KSRTC ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിനം പ്രതി 4000-ഓളം രൂപ വരെ നഷ്ടം വരുന്നുവെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. സർക്കാർ സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമരപരിപാടികളടക്കം സംഘടിപ്പിക്കാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ നിലവിലെ ഒരു തീരുമാനം. സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച 50% നികുതി ഇളവ് സ്വാഗതാർഹമാണെങ്കിലും അതുമാത്രം മതിയാകില്ലെന്നാണ് സംഘടനയുടെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ സാമ്പത്തിക സഹായവും സംരക്ഷണ നടപടികളും ആവശ്യമാണ്. യാത്രക്കാരുടെ എണ്ണം ഇനിയും കുറഞ്ഞാൽ ജില്ലയിലെ നിരവധി റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തേണ്ടി വരുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതിന് ശേഷം ആ റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് 4000 മുതൽ 5000 രൂപ വരെയുള്ള നഷ്ടത്തിലാണ് അത് ഓടുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് മേഖല ഞങ്ങളെയും കൂടി ചേർത്ത് നിർത്തി ഞങ്ങളെ സംരക്ഷിച്ചതിൻ്റെ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിലാണ്. ഒരുപാട് ബസ്സുകൾ ഇപ്പോൾ ദിവസം ഓടാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് കൊടുക്കാൻ പൈസ ഇല്ലാത്ത മുതലാളിമാരൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഗവൺമെൻറ് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഞങ്ങളെ പുറത്ത് പിടിക്കും, ഒരുമിച്ച് പിടിക്കുന്നൊക്കെ. ഇപ്പം അതിനെപ്പറ്റിയുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. സ്വകാര്യ ബസ് സർവീസുകളുടെ നികുതി പൂർണ്ണമായി ഒഴിവാക്കുക, വിദ്യാർത്ഥി കൺസെഷൻ 50% ഉയർത്തുക, ഡീസലിന് സബ്സിഡി അനുവദിക്കുക എന്നിവയാണ് ബസ് സർവീസ് അസോസിയേഷന്റെ ആവശ്യം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും നേരിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങളെ നമ്മൾ കൈവിടില്ല, സംരക്ഷിക്കുന്നു പറഞ്ഞു. വീണ്ടും സ്ത്രീകൾക്ക് സൗജന്യം പ്രഖ്യാപിച്ച സമയത്തും പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് സ്വകാര്യ ബസ്സുകളെ കൈവിടില്ല, സംരക്ഷിക്കുന്നു. നമ്മളാ പ്രതീക്ഷയിൽ, നമ്മളെ സംരക്ഷിക്കുന്ന പ്രതീക്ഷയിൽ മാത്രം നിൽക്കുകയാണ് ഇപ്പോൾ. KSRTC സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് സ്വകാര്യ ബസ്സുകൾ നേരിടുന്നത്. മുമ്പ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിരുന്ന വലിയൊരു വിഭാഗം യാത്രക്കാരും KSRTCയെ ആശ്രയിക്കുകയാണ്. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിദിന കളക്ഷനിലും വലിയ ഇടിവാണ് ഉണ്ടായത്. ഇന്ധനവില, ജീവനക്കാരുടെ വേതനം, ഇൻഷുറൻസ്, നികുതി തുടങ്ങിയ ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകളെയും സർക്കാർ ചേർത്ത് പിടിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോഴിക്കോട്.